എല്ലാവർക്കും നമസ്കാരം. മഹാരാവണ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര കോട്ടയം ജില്ലയിലെ ഏറ്റവും മനോഹരമായ മലനിരകളിലൂടെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇലവീഴ പൂഞ്ചിറയിലേക്കാണ് നമ്മൾ ആദ്യം യാത്ര ചെയ്യുന്നത്. രാവിലെ 5:30ക്കാണ് തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. പ്രഭാതത്തിന്റെ തണുത്ത കാറ്റും ശാന്തമായ അന്തരീക്ഷവും യാത്രയുടെ തുടക്കം വളരെ മനോഹരമാക്കി. ബസിന്റെ യാത്രയും എൻട്രി ഫീസും ജീപ്പ് സഫാരിയും ഭക്ഷണത്തിന്റെ ചിലവുകളും കൂടെ ഒരാൾക്ക് ഏകദേശം 1000 രൂപയാണ് വന്നത്. ഞങ്ങളുടെ KSRTC ബസ് ഇലവീഴ പൂഞ്ചിറയിൽ എത്തിയതിനു ശേഷം ജീപ്പ് സഫാരി ആയിരുന്നു അടുത്തത്. പ്രധാനമായും 4 സ്ഥലങ്ങളിലാണ് ഈ ജീപ്പ് സഫാരിയിൽ കൊണ്ടുപോകുന്നത്. ഒരു ജീപ്പ് ട്രിപ്പിന് 1000 രൂപയാണ് ചിലവ് വരുന്നത്. 8 പേർക്കാണ് അതിൽ പ്രവേശനം ഉള്ളത്. ഞങ്ങളെ ആദ്യം കൊണ്ടുപോയത് വ്യൂ പോയിന്റ് കാണാനും അതുപോലെ തന്നെ മുനിയറ ഗുഹ കാണാനുമായിരുന്നു കൊണ്ടുപോയിരുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ കൂടുതൽ വിസ്മയകരമാക്കുന്നു. ദൂരത്ത് പരന്നു കിടക്കുന്ന പച്ചപ്പുള്ള മലനിരകളും മേഘങ്ങൾ തഴുകുന്ന ആകാശവും ഇതെല്ലാം ചേർന്ന് ഒരു സ്വപ്നസുന്ദര ദൃശ്യമായി മാറുന്നു. പ്രകൃതിയുടെ വിശാലതയും ശാന്തതയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഈ നിമിഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതാണ്. ഇതാണ് മുനിയറ ഗുഹ. ഇലവീഴ പൂഞ്ചിറയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന പുരാതനമായ മുനിയറ ഗുഹ പണ്ട് മുനിമാർ തപസ്സു ചെയ്തിരുന്ന ഇടമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ഗുഹ ചരിത്രപരമായും പ്രാധാന്യമുള്ള ഒന്നാണ്. ഇവിടെ നിന്നും ഞങ്ങൾ പോയത് ഇലവീഴ പൂഞ്ചിറ കാണാനായിരുന്നു. മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ പേര്. വനവാസകാലത്ത് പാഞ്ചാലി കുളിക്കാനായി തിരഞ്ഞെടുത്തത് ഇവിടത്തെ കുളമായിരുന്നുവെന്നും അവളുടെ കുളി കാണാൻ ദേവന്മാർ വന്നപ്പോൾ ഇന്ദ്രൻ പൂക്കൾ കൊണ്ട് മറ തീർത്തുവെന്നും പറയപ്പെടുന്നു. മലനിരകൾക്കിടയിലെ ഈ താഴ്വരയിൽ മരങ്ങൾ ഇല്ലാത്തതിനാൽ ഇലകൾ വീഴാറില്ല. അതുകൊണ്ടാണ് ഇലവീഴ പൂഞ്ചിറ എന്ന പേര് വന്നത്. ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റ് പ്രകൃതിയുടെ ഒരു അദ്ഭുത കാഴ്ചയാണ്. മലനിരകളുടെ മധ്യേ വിശാലമായി പരന്നുകിടക്കുന്ന ഈ പ്രദേശം നഗരജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ഒരു ശാന്തലോകം പോലെ തോന്നിപ്പിക്കുന്നു. മുകളിലേക്ക് എത്തുന്ന നിമിഷം തന്നെ കണ്ണിനു മുന്നിൽ തുറക്കുന്നത് അതിരുകളില്ലാത്ത പച്ചപ്പിന്റെ സമുദ്രമാണ്. വലയങ്ങളായി പന്തലിച്ചു കിടക്കുന്ന മലകൾ, അവയ്ക്കിടയിൽ നീണ്ടുനിൽക്കുന്ന താഴ്വരകൾ, മേഘങ്ങൾ തഴുകുന്ന ആകാശം എല്ലാം ചേർന്ന് വളരെ മനോഹരമായ ദൃശ്യമാണ്. ഇവിടുത്തെ പ്രത്യേകത വലിയ മരങ്ങളോ കാടുകളോ ഇല്ലാതെ വിശാലമായി തുറന്നു കിടക്കുന്ന പുൽമേടുകളാണ്. അതുകൊണ്ട് തന്നെ ദൂരത്തോളം തടസ്സമില്ലാതെ കാഴ്ചകൾ ആസ്വദിക്കാനാവും. ഇതാണ് ഇലവീഴ പൂഞ്ചിറയിലെ ഏറ്റവും മനോഹരമായ വ്യൂ പോയിന്റ്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ എന്നീ 5 ജില്ലകളുടെ ഭാഗങ്ങൾ ഒരേ സമയം കാണാൻ കഴിയുന്ന അപൂർവമായ പോയിന്റാണ് ഇത്.
ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്ന യാത്രക്കിടെ എടുത്ത ഉച്ചഭക്ഷണം യാത്രയിലെ ഏറ്റവും സുഖകരമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. ദൈർഘ്യമേറിയ യാത്രയ്ക്ക് ശേഷം ചെറിയൊരു ഇടവേളയ്ക്കായി ലഭിച്ച ഈ സമയം ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഊർജം നൽകി. ഇല്ലിക്കൽ കല്ലിലേക്ക് ജീപ്പ് യാത്രയും എൻട്രി ഫീസും കൂടി ഒരാൾക്ക് 60 രൂപയാണ് വരുന്നത്. ജീപ്പ് ഓരോ വളവും കടന്നു പോകുമ്പോൾ ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യം കൂടുതൽ തെളിഞ്ഞു കാണാം. കാറ്റിന്റെ തണുപ്പും മലകളുടെ ഭംഗിയും ചേർന്നപ്പോൾ യാത്ര തന്നെ ഒരു സുന്ദര അനുഭവമായി മാറുന്നു. ജീപ്പിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇല്ലിക്കൽ കല്ല് ടോപ്പിലേക്ക് ഏകദേശം 750 മീറ്ററിന് അടുത്ത് ഉണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇല്ലിക്കൽ കല്ല് പശ്ചിമഘട്ടത്തിലെ തന്നെ ഏറ്റവും ആകർഷകമായ കൊടുമുടികളിൽ ഒന്നാണ്. പാണ്ഡവർ അജ്ഞാതവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ മാത്രം കാണപ്പെടുന്ന നീലക്കൊടുവേലി എന്ന അദ്ഭുത ഔഷധ സസ്യത്തെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്. ഇത് കൈവശം വയ്ക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇവിടെ നിന്നാൽ അറബിക്കടലിന്റെ ദൂരക്കാഴ്ചകളും സൂര്യ അസ്തമയത്തിന്റെ വർണ്ണവിസ്മയങ്ങളും ആസ്വദിക്കാം. മഴക്കാലത്ത് മേഘങ്ങൾ തൊട്ടരികിലൂടെ ഒഴുകിപ്പോകുന്ന അനുഭവം സഞ്ചാരികൾക്ക് ലഭിക്കും. ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ ഏകദേശം 12 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. അതിനാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 2 സ്ഥലങ്ങളും നമുക്ക് സന്ദർശിക്കാം. ഉച്ചഭക്ഷണത്തിന് ശേഷം ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്നത് വൈകുന്നേരത്തെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സഹായിക്കും. എന്നാൽ മൂടൽ മഞ്ഞുള്ളപ്പോൾ ഡ്രൈവിംഗിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അവിടെ നിന്നും ഞങ്ങൾ പോയത് മലങ്കര ഡാം കാണാനായിരുന്നു. മലങ്കര ഡാം പ്രകൃതിയുടെയും ശാന്തതയുടെയും സൗന്ദര്യം ഒരുമിച്ച് അനുഭവിക്കാവുന്ന ഒരു അതുല്യ സ്ഥലമാണ്. മലകളും പച്ചപ്പും ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഈ ഡാം തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സ്വർഗ സമാനമായ ഒരു ഇടമാണ്. വെള്ളത്തിന്റെ നിശബ്ദതയും അതിന്റെ മൃദുലമായ തിരമാലകളും മനസ്സിനെ അത്യന്തം ശാന്തമാക്കുന്നു. ഡാമിനോട് ചേർന്നുള്ള പാർക്ക് കുടുംബസമേതം സമയം ചിലവഴിക്കാൻ ഏറെ അനുയോജ്യമാണ്. പച്ചപ്പുല്ലുകൾ നിറഞ്ഞ ഈ ഇടങ്ങൾ, നന്നായി പരിപാലിച്ച വഴികൾ, ചുറ്റുമുള്ള മരങ്ങൾ ഇവയെല്ലാം ചേർന്ന് വിശ്രമ മേഖലയുടെ അനുഭവം നൽകുന്നു. ഈ യാത്രയ്ക്ക് അവസരം ഒരുക്കിത്തന്ന തൃശൂർ BTCക്കും കോർഡിനേറ്റർമാരായ രമേശ് സാറിനും രാജേഷ് സാറിനും എൻ്റെ സഹയാത്രികരായ ഓരോരുത്തർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും കൂടുതൽ യാത്രാ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.